ഇന്ന് ഞാനൊരു അടിപൊളി രസത്തിൻ്റെ റെസിപ്പിയാണ് പറയുന്നത് കേട്ടോ. രസമുണ്ടെങ്കിൽ ചോറുണ്ണാൻ എന്ത് രസമാ എന്ന് പറയാറില്ലേ? നാടൻ കറികളാണെങ്കിൽ നമുക്ക് ചോറ് കൂടുതൽ കഴിക്കാൻ തോന്നുമല്ലേ? അതോടൊപ്പം രസമാണെങ്കിലോ പൊളി തന്നെയാണ് ചോറ്. മലയാളികൾക്ക് ഏറെ ഇഷ്ടമാണ് രസം. പല രീതിയിൽ തയ്യാറാക്കാമല്ലോ രസം. ഞാൻ ഇന്നൊരു വെറൈറ്റി രീതിയിലാണ് തയ്യാറാക്കുന്നത്. അതായത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ആദ്യം ഒരു 4 തക്കാളിക്ക് ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് വേവിക്കാനായിട്ടങ്ങ് വെക്കുക. അത് വേവുന്ന സമയത്തേക്ക് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഒരു മിക്സിയുടെ ജാറിലെടുത്ത് കുറച്ച് മുഴുവൻ മല്ലി, അത് കഴുകി ഉണക്കിയ മല്ലിയാണ് കേട്ടോ, അതും കുറച്ച് കുരുമുളകും ഇട്ട് അതിലേക്ക് കുറച്ച് ജീരകവും കൂടെ ഇടുക. അതോടൊപ്പം തന്നെ 1 സ്പൂൺ ഉലുവയും കൂടെ ഇടണം. ഇട്ടിട്ട് നമുക്ക് ഇതിനെ ഒന്ന് പൊടിച്ചെടുക്കാം. ആദ്യം ഇത് മാത്രം ഒന്ന് പൊടിച്ചെടുക്കുക. പൊടിച്ചെടുത്ത് പൊടിക്കുമ്പോൾ നമുക്കത് ഈ പരുവത്തിലേ പൊടിഞ്ഞ് കിട്ടത്തുള്ളൂ. ഇങ്ങനെ മതി. നന്നായിട്ട് പൊടിക്കട്ടെ. വറുത്താൽ കുറച്ചുകൂടെ പൊടിഞ്ഞു പോകും. പിന്നെ അതിലേക്ക് നമുക്ക് 2 വറ്റൽമുളകും ഇട്ട് ഞാൻ കുറച്ച് വെളുത്തുള്ളി കഴുകി തോലോടെ തന്നെ അതും ഇട്ട് വൃത്തിയാക്കിയ കുറച്ച് ചെറിയ ഉള്ളിയും കൂടെ ഇട്ട് ഒന്ന് ചതച്ചെടുക്കുക. അതും അരയണ്ട, ഇതുപോലെ ഇങ്ങനെ ചതച്ചെടുത്താൽ മാത്രം മതി. അത് നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഒരു നെല്ലിക്ക വലുപ്പത്തിലെ പുളി കുറച്ച് വെള്ളം ചേർത്ത് കുതിരാനായിട്ട് മാറ്റി വയ്ക്കുക. പുളി അതിൻ്റെ കട്ടയെല്ലാം കളഞ്ഞിട്ട് നല്ല മാംസമുള്ള ഭാഗം മാത്രം വയ്ക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ തക്കാളി ഇതുപോലെ വെന്ത് നല്ല സോഫ്റ്റായിരിപ്പുണ്ടാവും. ഇതൊന്ന് തണുത്തും വരും. വെന്ത് തണുത്തിരിപ്പുണ്ടാവും. ഇത് തണുത്തിട്ട് മാത്രമേ നമുക്ക് കൈയിട്ടത് ഞെവടി എടുക്കാൻ പറ്റത്തുള്ളൂ. ഇതിങ്ങനെ ഞെവടി എടുക്കുമ്പോൾ തക്കാളിയുടെ പുറംതൊലി എല്ലാം നമുക്ക് ഈസിയായിട്ട് എടുത്ത് മാറ്റാൻ പറ്റും. അതിന് കൈകൊണ്ട് നന്നായിട്ട് ഇതിനെ ഞെവടി ഉടച്ചെടുക്കണം. എത്രത്തോളം നമുക്ക് കൈകൊണ്ട് ഞെവടി ഉടയ്ക്കാൻ പറ്റുമോ അത്രത്തോളം ഉടച്ച് അതിൻ്റെ പുറംതൊലിയെല്ലാം ഇതുപോലെ നമുക്കിനി ഇളക്കി മാറ്റിയെടുക്കാം. തക്കാളി അങ്ങനെ ഈ രീതിയിൽ വേവിച്ചിട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റിയാണ് കേട്ടോ രസം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് കുതിരാൻ വെച്ച പുളി കൈകൊണ്ട് തന്നെ നന്നായിട്ട് ഞവടി അതിൻ്റെ തൊത്തെല്ലാം പിഴിഞ്ഞ് കളഞ്ഞിട്ട് ആ പുളി വെള്ളം നമുക്ക് ഞവടി വെച്ചിരിക്കുന്ന തക്കാളിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് ഇതിലേക്ക് ഒഴിച്ച് നമുക്ക് ആവശ്യമുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച് ഒരു പിടി മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും കൂടെ മുറിച്ചിട്ട് ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് വീണ്ടും കൈകൊണ്ട് നന്നായിട്ട് ഞെവിടുക. മല്ലിയിലയും കറിവേപ്പിലയും കൂടെ കയ്യിൽ നന്നായിട്ട് ഞെവിടുക. അതിൻ്റെ മണവും ആ വെള്ളത്തിലേക്ക് ഇറങ്ങി വരണം. ആ പാകത്തിന് കൈകൊണ്ട് ഞെവിടുക. അരച്ച് ചേർത്താൽ വേറെ ടേസ്റ്റാണ്. ഞെവിടി തന്നെ ചേർക്കുക. കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മണം കേട്ടോ. മാക്സിമം അത് ഞെവിടി ചേർത്ത് കഴിയുമ്പോൾ നല്ല മണമാവും. പിന്നെ ആ ഘട്ടത്തിൽ നമുക്ക് പോരാത്ത ഉപ്പൂടെ ചേർത്ത് തന്നെ നമുക്കത് ഞെവിടി വയ്ക്കാം. എന്നിട്ട് ഒരു പാൻ വെച്ച് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകിടുക. കടുകിട്ട് പൊട്ടി കഴിഞ്ഞതിന് ശേഷം നമ്മൾ മിക്സിയിൽ ചതച്ച് വെച്ചിരിക്കുന്ന ഐറ്റംസ് ഉണ്ടല്ലോ, അതെല്ലാം ഇതിലേക്ക് തട്ടി കൊടുക്കണം. എല്ലാം ഇതിലേക്ക് സ്പൂൺ വെച്ച് ഇളക്കിയിട്ടിട്ട് നമുക്ക് അതിനെ ഒന്ന് മൂപ്പിക്കുക. ഒരുപാട് മൂത്തും പോകരുത്. ഒരു 1-2 മിനിറ്റ് മാത്രം ലോ ഫ്ലെയിമിലിട്ടൊന്ന് ഇളക്കിയെടുക്കുക. കൂടുതൽ സമയം ഇത് എണ്ണയിലിട്ട് മൂത്ത് പോയാൽ ടേസ്റ്റ് മാറിപ്പോകും. അതുകൊണ്ട് അത്ര സമയം മാത്രം ഒന്ന് ഇളക്കിയാൽ മതി കേട്ടോ. 1 അല്ലെങ്കിൽ 2 മിനിറ്റ് അത് ലോ ഫ്ലെയിമിൽ തന്നെ ഇളക്കണം. അത് ഇളക്കി ഈ രീതിയാകുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും കൂടെ ചേർത്ത് അതിനെ വീണ്ടും ഒന്ന് ഇളക്കിയെടുക്കുക. ഇളക്കിയെടുത്തതിന് ശേഷം ഇനി നമുക്കതിലേക്ക് കുറച്ച് കായപ്പൊടി, ഒരുപാട് കായപ്പൊടി വേണ്ട. ചിലർ പറയും രസമല്ലേ ഒത്തിരി കായപ്പൊടി വേണ്ടതെന്ന്. കായം കൂടിപ്പോയാൽ ഒരു ചെറിയ കയ്പ്പ് രസം വരും കേട്ടോ. അതുകൊണ്ട് അത്രയും കായമൊന്നും ചേർക്കണ്ട. കുറച്ച് കായവും കൂടെ ചേർത്തിട്ട് അതും കൂടെ ഒന്ന് നമുക്കൊന്ന് ഇളക്കിയതിന് ശേഷം ഇത് 1 മിനിറ്റ് സമയമേ ഇതിനെല്ലാം എടുക്കാവുള്ളൂ. അത് ലോ ഫ്ലെയിമിൽ ഇട്ട് തന്നെ ചെയ്യണം. എന്നിട്ട് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന തക്കാളിയുടെ പുളിയുടെയും കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതോടൊപ്പം പോരാത്ത വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കണം. ഉപ്പ് നേരത്തെ ചേർത്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ ഇളക്കുമ്പോൾ പോരാത്ത ഉപ്പ് ചേർത്ത് കൊടുക്കണം. എനിക്ക് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ 1 സ്പൂൺ ഉപ്പും കൂടെ ഇടേണ്ടി വന്നു. കാരണം കുറച്ച് വെള്ളവും കൂടെയൊക്കെ ചേർത്തു. അപ്പോൾ ആ പുളിയുടെ ടേസ്റ്റും എല്ലാം കൂടെ വന്നപ്പോൾ ഉപ്പ് കുറവായിട്ട് തോന്നി. അങ്ങനെ ഞാൻ പോരാത്ത ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം അല്പം കൂട്ടി വെച്ചിട്ടുണ്ട്. എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി ചേർക്കുക. കുറച്ച് സമയം ഒന്ന് ഇളക്കിയാൽ മതി കേട്ടോ. ഇളക്കിയിട്ട് നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ 4 സൈഡിൽ ഇങ്ങനെ തിളച്ച് വരാനായിട്ട് തുടങ്ങും. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. 4 സൈഡിൽ നിന്ന് ഇങ്ങനെ തിളച്ച് വരാൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഒന്നും കൂടെ അങ്ങ് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തിട്ട് നമുക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞു വെച്ചിരിക്കുന്നതും കൂടെ ചേർത്തിട്ട്
നമുക്കതിനെ വീണ്ടും ഇളക്കി ഫ്ലെയിം അങ്ങ് ഓഫാക്കാം. ഇത് രസം തിളയ്ക്കാനായിട്ട് വെട്ടി വെട്ടി തിളയ്ക്കുന്ന രീതിയിൽ തിളയ്ക്കാൻ അനുവദിക്കില്ല. അപ്പോഴേ രസത്തിൻ്റെ ടേസ്റ്റ് മാറും. ഇനി നമുക്ക് ഓഫാക്കിയിട്ട് നമുക്ക് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതേ ഉള്ളൂ. മാറ്റിയാൽ നമ്മുടെ ഇതേ അടിപൊളി രസം റെഡിയാവും കേട്ടോ. എന്ത് മണമാണെന്നറിയാമോ? ഒരു പരസ്യം തന്നെ കേട്ടിട്ടില്ലേ, ബിരിയാണിക്ക് ശേഷം അല്പം രസമായാലൊന്ന്. ഇതെന്തിനും ഒപ്പം പറ്റിയ രസമാണ്. ബിരിയാണിക്കൊപ്പമായോ ചോറോ എന്ത് കഴിക്കാനും അടിപൊളി ടേസ്റ്റ്. അതുമാത്രമല്ല എന്ത് മണമാണെന്നറിയാമോ ഇത് തയ്യാറാക്കുമ്പോൾ. ഒരു പ്രാവശ്യം രസം ഇങ്ങനെ തയ്യാറാക്കി നോക്കി. എങ്ങനെയുണ്ട് ഈ രസം? നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനാരും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ.